ഹമാസിന്റെ സമ്പൂർണ്ണ ഉന്മൂലനം മാത്രമാണ് മുന്നിൽ. നെതന്യാഹുവിന്റെ പുതിയ ഭീഷണിയും യുദ്ധമുറിവിലെയും ഒക്കെ സമാധാന ചർച്ചകളെക്കുറിച്ച് ചോദ്യങ്ങൾ ഉയർത്തുന്നു. 2023 ഒക്ടോബർ 7 ഇസ്രായേലിനെതിരായ ആക്രമണത്തിൽ ഹമാസ് 250ഓളം പേരെ ബന്ദികളാക്കി ഗാസയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്തു. ഇവരിൽ പലരെയും ഇതുവരെ മോചിപ്പിച്ചെങ്കിലും 100ഓളം പേർ ഇപ്പോഴും ഗാസയിൽ തടവിലാണ്. ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 33,207 പലസ്തീനുകൾ കൊല്ലപ്പെടുകയും 75,933 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഹമാസ് ആക്രമണത്തിൽ ഇസ്രായേലിൽ മരിച്ചവരുടെ എണ്ണം 1,139 ആണ്. മാസങ്ങൾ നീണ്ട പോരാട്ടത്തിനൊടുവിൽ ചെറിയൊരു ആശ്വാസം എന്ന വണ്ണം ഏപ്രിൽ 7 ഞായറാഴ്ച IDFന്റെ 98ാമത് കമാൻഡോ വിഭാഗം ഖാൻ യൂനിസിൽ നിന്ന് ദൗത്യം അവസാനിപ്പിച്ച് പിൻവാങ്ങിയിരിക്കുന്നു. ഹമാസിന്റെ ശക്തി കേന്ദ്രമാണെന്ന് IDF പറയുന്ന ഖാൻ യൂനിസ് ഉൾപ്പെടെ തെക്കൻ ഗാസ മുനമ്പിൽ നിന്ന് കരസേനയെ പിൻവലിച്ചതായും ഭാവി പ്രവർത്തനങ്ങൾക്ക് തയ്യാറെടുക്കാനാണ് ഡിവിഷൻ ഗാസ മുനമ്പ് വിട്ടത് എന്നും സൈന്യം അറിയിച്ചു. ഗാസയിലേക്ക് കൂടുതൽ സഹായം അനുവദിക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവിന് മേലുള്ള അന്താരാഷ്ട്ര തലത്തിലുള്ള സമ്മർദ്ദത്തിനിടയിലാണ് ഈ പിന്മാറ്റവും. ഖാൻ യൂനിസ് നഗരം ഇപ്പോൾ വാസയോഗ്യമല്ലാത്ത സ്ഥിതിയിലാണെന്നാണ് തിങ്കളാഴ്ച ഖാൻ യൂനിസ് സന്ദർശിച്ച് പലസ്തീനികൾ പറയുന്നത്. ഇപ്പോഴത്തെ ഈ പിൻവാങ്ങലിന് തൊട്ടു പിന്നാലെ റഫേൽ ഒരു ഓപ്പറേഷൻ കൂടാതെ യുദ്ധം അവസാനിപ്പിച്ചാൽ നെതന്യാഹുവിന് പ്രധാനമന്ത്രിയായി തുടരാനുള്ള അധികാരം ഇല്ലാതാകുമെന്ന് ഇസ്രായേലിന്റെ ദേശീയ സുരക്ഷാ വകുപ്പ് മന്ത്രി ഇറ്റാമർ ബെൻ ഗ്വർ തിങ്കളാഴ്ച പറഞ്ഞു. കൂടാതെ റഫേൽ അധിനിവേശം നടന്നില്ലെങ്കിൽ തന്റെ സർക്കാർ വീഴുമെന്ന വലതുപക്ഷ അംഗങ്ങളുടെ ഭീഷണിയും നെതന്യാഹുവിന് ഉണ്ട്. എല്ലാ ബന്ദികളെ മോചിപ്പിക്കുകയും ഹമാസിനെ പൂർണ്ണമായും പരാജയപ്പെടുത്തുകയും ചെയ്യുക എന്ന യുദ്ധ ലക്ഷ്യങ്ങൾക്കായി റഫേൽ സൈനിക നടപടി ആവശ്യമാണെന്നും ആക്രമിക്കാൻ തീയതി വരെ നിശ്ചയിച്ചിട്ടുണ്ടെന്നും നെതന്യാഹു അറിയിച്ചിട്ടുമുണ്ട്. റഫ അധിനിവേശത്തിന്റെ സാധ്യത കണക്കിലെടുത്ത് USന്റെയും മറ്റ് അന്താരാഷ്ട്ര എതിർപ്പുകളെയും വെല്ലുവിളിച്ചുകൊണ്ട് റഫേൽ സൈനിക നടപടികൾ സ്വീകരിക്കുമെന്നാണ് നെതന്യാഹു അറിയിച്ചിരിക്കുന്നത്. ബന്ദികളെ മോചിപ്പിക്കുന്നതിനും ഗാസയിൽ വെടിനിർത്തൽ ഉറപ്പാക്കുന്നതിനുമായുള്ള ചർച്ചകൾ കൈറോയിലും മറ്റും നടക്കുകയുമാണ്. ഗസയിലെ ഹമാസും അനുബന്ധ ഗ്രൂപ്പുകളും ബന്ദികളാക്കിയ 40 പേരെ മോചിപ്പിക്കുന്നതിന് പകരമായി ഗാസയിൽ 6 ആഴ്ചത്തെ വെടിനിർത്തൽ ഈ ചർച്ച മുന്നോട്ട് വയ്ക്കുന്ന ഒരാശയമാണ്. യുദ്ധം സ്പർശിക്കാത്ത പലസ്തീൻ എൻക്ലേവിന്റെ ഒരേയൊരു ഭാഗമാണ് റഫ. 1.4 ദശലക്ഷം പലസ്തീനികൾ അഭയം പ്രാപിച്ചിട്ടുമുണ്ട് ഇവിടെ. അങ്ങനെയുള്ള ഒരിടത്ത് അമേരിക്ക പോലുള്ള വൻ ശക്തികളുടെ എതിർപ്പ് വകവയ്ക്കാതെ സൈനിക നടപടികൾ ഉണ്ടായാൽ സാഹചര്യം കൂടുതൽ വഷളാകും എന്നാണ് മനസ്സിലാക്കേണ്ടത്.